ബാലസാഹിത്യകാരൻ മാലിയുടെ ജീവചരിത്രം. സദസ്യതിലകൻ ടി.കെ. വേലുപ്പിള്ളയുടെയും ഭഗവതി അമ്മയുടെയും മകനായി 1914 ഡിസംബർ 6 തിരുവനന്തപുരത്ത് വി. മാധവൻ നായർ എന്ന മാലി ജനിച്ചു. ടെന്നീസ്, ടേബിൾ ടെന്നീസ്, ബാസ്കറ്റ്ബോൾ, വോളിബോൾ, ഹൈജമ്പ് തുടങ്ങിയ കായിക മത്സരങ്ങളിൽ സംസ്ഥാന തലത്തിൽ വിജയിയായിരുന്നു അദ്ദേഹം. അത്ലറ്റിക്സിൽ സംസ്ഥാന റെക്കോർഡുകളും നേടിയിട്ടുണ്ട്. ബി.എ. ബി.എൽ പാസ്സായി കുറച്ചുകാലം വക്കീലായി പ്രാക്ടീസ് ചെയ്തു. പിന്നീട് പത്രപ്രവർത്തകനായി പ്രവർത്തിച്ചു. വളരെ കാലം ആകാശവാണിയിൽ ജോലി ചെയ്തു. അവിടെ നിന്ന് സ്റ്റേഷൻ മാസ്റ്ററായാണ് വിരമിച്ചത്. സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിന്റെ ചീഫ് എഡിറ്ററായി പ്രവർത്തിച്ചു. ആകാശവാണിയിൽ ബാലലോകം, രശ്മി തുടങ്ങിയ പരിപാടികൾക്ക് തുടക്കമിട്ടത് അദ്ദേഹമാണ്. മാലി കഥ പറയുന്നു എന്ന പരിപാടിയും അവതരിപ്പിച്ചിരുന്നു. കുട്ടികൾക്കായി അദ്ദേഹം പല ചെറുകഥകളും നോവലുകളും രചിച്ചിട്ടുണ്ട്. 50-ലധികം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് 7 ഇംഗ്ലീഷിലേക്ക് അദ്ദേഹം സ്വയം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. മാവേലി, വനമാലി എന്നീ തൂലികാ നാമങ്ങളിൽ അദ്ദേഹം രചനകൾ നടത്തിയിട്ടുണ്ട്. 1970-കളിൽ മാലിക എന്ന കുട്ടികൾക്കുള്ള മാസികയും അദ്ദേഹം നടത്തി. വാസ്തുവിദ്യ, സംഗീതശാസ്ത്രം എന്നീ വിഷയങ്ങളെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഉണ്ണികളെ കഥ പറയാം, ഉണ്ണിക്കഥകൾ, മാലി രാമായണം, മാലി ഭാഗവതം, കർണശബദം ആട്ടക്കഥ, ജീവനുള്ള പ്രതിമ, മണ്ടക്കഴുത, മാലി ഭാരതം, സർക്കസ്, സർവജിത്തും കള്ളക്കടത്തും, തെന്നാലി രാമൻ, വിക്രമാദിത്യൻ കഥകൾ, പുരാണ കഥാമാലിക, ഐതിഹ്യലോകം, കിഷ്കിന്ധ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ കൃതികളിൽ ചിലതാണ്. 1970-ൽ കേരള സാഹിത്യ അക്കാദമി അവാർഡും 1988-ൽ കൈരളി ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റിന്റെ ബാലസാഹിത്യ അവാർഡും ലഭിച്ചിട്ടുണ്ട്. 1994 ജൂലൈ 2 അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിന് അപ്പോൾ 79 വയസ്സായിരുന്നു.